ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്ന ഒരു ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൽ ഒരു ബ്രേക്കിൻ്റെ ഫ്ലൂയിഡ് കുറേ നേരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ ഈ കാണുന്ന ബ്രേക്കിൻ്റെ റിസർവ് ടാങ്ക്, ഈ ഒരു ടാങ്കിനകത്ത് നമ്മൾ നോക്കിയപ്പോൾ ബ്രേക്ക് ഫ്ലൂയിഡ് കുറഞ്ഞു. നമ്മുടെ വാഹനത്തിനകത്ത് ഹാൻഡ് ബ്രേക്കിൻ്റെ വാർണിംഗ് ലൈറ്റ് കത്തി നിൽക്കുന്നു. അപ്പോൾ ഹാൻഡ് ബ്രേക്കിൻ്റെ വാർണിംഗ് കത്തി നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ കാരണം നമുക്കറിയാം, ഒന്നെങ്കിൽ ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ടിട്ടുണ്ടായിരിക്കും, അല്ലാത്ത പക്ഷം നമുക്ക് ബ്രേക്കിൻ്റെ ഫ്ലൂയിഡ് താന്നിട്ടുണ്ടെങ്കിലോ, അതായത് കുറഞ്ഞിട്ടുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഹാൻഡ് ബ്രേക്കിൻ്റെ സ്വിച്ചിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലോ, ഈ 3 കാരണങ്ങൾ കൊണ്ടാണ് മെയിനായിട്ട് ഹാൻഡ് ബ്രേക്കിൻ്റെ വാർണിംഗ് ലൈറ്റ് കത്തുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വാർണിംഗ് ലൈറ്റ് കത്തി നമ്മൾ ഈ ബ്രേക്കിൻ്റെ ഫ്ലൂയിഡിൻ്റെ ക്യാപ്പ് തുറന്ന് നോക്കി. ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ ഈ ക്യാപ്പ് ഇങ്ങനെ തുറന്ന് നോക്കിയപ്പോഴേക്കും ഇതിനകത്ത് ഫ്ലൂയിഡ് കണ്ടില്ല. ഇപ്പോൾ ഉണ്ട്, ഞാൻ പറഞ്ഞു, നമ്മൾ നോക്കി കഴിഞ്ഞ സമയത്ത് ഇവിടെ ഫ്ലൂയിഡ് ഇല്ല. ഇത് തുറക്കുന്നൊക്കെ കൊള്ളാം, അടയ്ക്കുന്ന സമയത്ത് പ്രോപ്പറായിട്ട് അടച്ചോണം. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്, അതുപോലെ അപ്പം അങ്ങനെ നമ്മൾ തുറന്ന് നോക്കി കഴിഞ്ഞിട്ട് അതിനകത്ത് ഫ്ലൂയിഡ് ഇല്ലെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് തന്നെ ഫ്ലൂയിഡ് ഫില്ല് ചെയ്യും. നല്ല കാര്യം. പക്ഷേ ഫ്ലൂയിഡ് ഫില്ല് ചെയ്യുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ലീക്ക് ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ മെയിനായിട്ട് ഇതിൻ്റെ ലീക്ക് ചെക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ 4 ടയറിൻ്റെ സൈഡിൽ അല്ലെങ്കിൽ അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നമുക്കറിയാം അതിനകത്താണ് ഈ ബ്രേക്ക് ഫ്ലൂയിഡ് ചെല്ലുന്നത്. അതായത് ബ്രേക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബ്രേക്ക് ഫ്ലൂയിഡ് യൂസ് ചെയ്യുന്നത്. അവിടെ 4 നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി, അഴിച്ച് നോക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത്. അങ്ങനെ അഴിപ്പിച്ച് നോക്കിയിട്ട് അവിടെ ബ്രേക്ക് ഫ്ലൂയിഡ് ലീക്കില്ല. പിന്നെ വരാൻ സാധ്യതയുള്ള എവിടെയാണ്? ലൈൻസ്, അതായത് ബ്രേക്കിൻ്റെ ഫ്ലൂയിഡ് പോകുന്ന ലൈനുകൾ. അതൊരു മെറ്റൽ പൈപ്പാണ് പോകുന്നത്. ആ മെറ്റൽ പൈപ്പിൽ എവിടെയെങ്കിലും നമ്മൾ ഈ കാണുന്ന പോലത്തെ ഇതൊക്കെയാണ് ഇതിൻ്റെ മെറ്റൽ പൈപ്പ് എന്ന് പറയുന്നത്. ഇതുപോലത്തെ മെറ്റൽ പൈപ്പാണ് പോകുന്നത്. ഈ മെറ്റൽ പൈപ്പ് എവിടെയെങ്കിലും ലീക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അവിടെ ഒന്നും ലീക്കില്ല. അങ്ങനെയാണെങ്കിൽ വാട്ട് നെക്സ്റ്റ്? അങ്ങനെയാണെങ്കിൽ പിന്നെ വരാൻ സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഐറ്റംസ്, അതായത് ഒന്നെങ്കിൽ നമ്മുടെ വാഹനത്തിനകത്ത് ABS ഉള്ളതായിരിക്കും, അല്ലെങ്കിൽ ബ്രേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രൊപ്പോർഷനേറ്റീവ് വാൽവ് പോലത്തെ ഇതുപോലത്തെ ഏതെങ്കിലും യൂണിറ്റ്സിൻ്റെ അവിടെ വല്ലതും പനപ്പുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അതുമില്ല. ഇത്രയും കാര്യങ്ങൾക്ക് പ്രശ്നമില്ലെങ്കിൽ പിന്നെ എവിടെയാണ് ലീക്ക് വരാൻ സാധ്യത? പിന്നെ വരാനുള്ള സാധ്യതയാണ് നമ്മുടെ ഈ കാണുന്ന യൂണിറ്റ്. അതായത് ഇത് റിസർവ് ടാങ്കാണ്. റിസർവ് ടാങ്കിൻ്റെ താഴെ വരുന്ന ഈ ഒരു യൂണിറ്റാണ് മാസ്റ്റർ സിലിണ്ടർ എന്ന് പറയുന്നത്. അതായത് ഇങ്ങറ്റം വരെ ഈ ഒരു ഫുൾ യൂണിറ്റ്, ഇതാണ് മാസ്റ്റർ സിലിണ്ടർ. അതായത് ഇവിടം തൊട്ട് ഇവിടം വരെയാണ് മാസ്റ്റർ സിലിണ്ടർ എന്ന് പറയുന്നത് യൂണിറ്റ് വരുന്നത്. ഇതിനകത്തോട്ടുണ്ട് അങ്ങോട്ട് ഒരു റോഡ് പോകുന്നുണ്ട്. ആ റോഡിലോട്ടാണ് നമ്മൾ പ്രസ് ചെയ്യുന്നത്. ബ്രേക്ക് പെഡൽ പ്രസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ആക്ഷൻ വരുന്ന ഈ റോഡിലോട്ടാണ്. അതായത് നമ്മൾ ഈ കാണുന്ന യൂണിറ്റ്, അതായത് ഈ കാണുന്ന യൂണിറ്റാണ് നമ്മുടെ മാസ്റ്റർ സിലിണ്ടർ എന്ന് പറയുന്നത്. അതായത് ഇതിനകത്ത് 2 പിസ്റ്റൻസ് വരുന്നുണ്ട്. അതായത് 2 പിസ്റ്റൻ എന്ന് പറയുന്നത് നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ബൂസ്റ്ററിൽ നിന്നുള്ള കണക്ഷനിൽ നിന്ന് നേരെ ആ ഒരു റോഡ് വഴി, അതായത് ലിങ്ക് റോഡ് വഴി ഇത് നേരെ മാസ്റ്റർ സിലിണ്ടറിനെ പ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത്, അതായത് ഈ റിസർവ് ടാങ്കിൽ നിന്ന് താഴെ കൂടെ, അതായത് നമുക്ക് കാണാം ഇതിനകത്തോട്ട് ഈ മേളിൽ നിന്ന് ഈ താഴോട്ട് വരുന്ന ഫ്ലൂയിഡിനെ ഇവിടെ കംപ്രസ് ചെയ്യിച്ച് ഈ ഫ്ലൂയിഡാണ് നേരെ ഇതിലെ ഇങ്ങനെ ഓരോ ലൈൻസിലോട്ടും പോകുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഫ്രണ്ടിലോട്ട് മാത്രമല്ല, ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോകുന്നത്. ഒന്ന് ഫ്രണ്ട്, ഒന്ന് ബാക്ക്. അതായത് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഈ ഒരു ലൈൻ നേരെ ഇങ്ങോട്ട് വരുന്നുണ്ട്, ഈ പ്രൊപ്പോർഷനേറ്റീവ് വാൽവിലോട്ട് വരുന്നുണ്ട്. ഇതിലെ അടുത്ത ലൈൻ നേരെ ഇങ്ങോട്ടും വരുന്നുണ്ട്. ഇതിൽ നിന്ന് നേരെ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ 2 സൈഡിലും ഫോഴ്സ് വരും. 2 സൈഡിലും ഫോഴ്സ് വരുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ, ഇവിടെ ഫോഴ്സ് വരുമ്പോൾ ഇത് ഫ്രണ്ട് റൈറ്റ് സൈഡിലോട്ട് പോകും, ഇത് ഫ്രണ്ട് ലെഫ്റ്റ് സൈഡിലോട്ട് പോകും, ഇവിടുന്ന് ഫ്രണ്ട് റിയറിലോട്ട് 2 സൈഡിലോട്ട് പോകും. അപ്പം ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു പിസ്റ്റൺ, അതായത് നമുക്കറിയാവുന്ന പോലെ ഇതിനകത്ത് 2 പിസ്റ്റൺ വരുന്നുണ്ട് ഈ മാസ്റ്റർ സിലിണ്ടറിനകത്ത്. ബ്രേക്ക് നമ്മൾ ചവിട്ടുന്ന സമയത്ത്, അല്ലെങ്കിൽ പെഡൽ ചവിട്ടുന്ന സമയത്ത് ഈ റോഡ്, ഇതിനകത്തൊരു റോഡ് വരുന്നുണ്ട്. നമ്മൾ ബ്രേക്ക് പെഡൽ ചവിട്ടുന്ന സമയത്ത് ഒരു റോഡ് നേരെ വരും. ഈ റോഡ് പ്രസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവിടെ ഒരു പിസ്റ്റൺ വരുന്നുണ്ട്. ആ പിസ്റ്റനെ തള്ളുകയാണ് ചെയ്യുന്നത്. ഈ പിസ്റ്റൻ്റെ ഫ്രണ്ടിൽ ഫ്ലൂയിഡ് ഉണ്ട്, ബ്രേക്ക് ഫ്ലൂയിഡ് ഉണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞ ആ റോഡ് ഇതിലെ നേരെ തള്ളുന്ന സമയത്ത് ഇവിടെ 2 സൈഡിലുള്ള പിസ്റ്റനെ കംപ്രസ് ചെയ്യിക്കും. അപ്പം ഈ ബാക്കിലുള്ള പിസ്റ്റൻ കംപ്രസ് ചെയ്യുമ്പോൾ ഇവിടെ ഫ്ലൂയിഡ് നിൽക്കും. ഇവിടെ പിസ്റ്റൻ കംപ്രസ് ചെയ്യുന്ന സമയത്ത് ഇതിലെ ഫ്ലൂയിഡ് ഇവിടെ പ്രഷർ വരും. ഈ പ്രഷർ വരുന്ന സമയത്ത് രണ്ടും ഇവിടെ പ്രഷറൈസ് ചെയ്തിട്ടാണ് ഓരോരുത്തും പോകുന്നത്. ഇനി ഇവിടുത്തെ ഒരു പിസ്റ്റന് കംപ്ലയിൻ്റ് ഉണ്ടെന്ന് വെക്കുക. ഒരു പിസ്റ്റന് കംപ്ലയിൻ്റ് ഉണ്ട്, ഒരു പിസ്റ്റൻ വർക്കിംഗ്. അങ്ങനെയാണെങ്കിൽ ഈ ലൈനിലെ പ്രഷർ ഇവിടെ വന്ന് ഇവിടുന്ന് നേരെ അത് ഫ്രണ്ട് റൈറ്റ് സൈഡിലോട്ടും പോവും, നേരെ റിയറിലോട്ടും പോവും. അതായത് ഫ്രണ്ടിലും ബാക്കിലും ഓരോ ബ്രേക്ക് വെച്ചെങ്കിലും പിടിക്കുന്ന രീതിക്ക് സെറ്റ് ആയിക്കോളൂ. അതായത് ബ്രേക്ക് ഒട്ടും കിട്ടാതെ വരത്തില്ല, ഒരു ബ്രേക്ക് കിട്ടും. ഓക്കെ, നമ്മുടെ കംപ്ലയിൻറ്റ് ഇതല്ലായിരുന്നു. ഇനി എങ്ങനെ ഈ കംപ്ലയിൻറ്റ് വരുന്നു? അങ്ങനെയാണെങ്കിൽ പിന്നെ സംശയിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ മാസ്റ്റർ സിലിണ്ടറാണ്. ഈ മാസ്റ്റർ സിലിണ്ടറിൻ്റെ ബാക്കിൽ വരുന്ന ഫ്ലൂയിഡിന് വേണ്ടി ഒരു സീല് വരുന്നുണ്ട്. ആ സീലിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരുമ്പോൾ ഈ ബ്രേക്ക് ഫ്ലൂയിഡ്, ഈ ബൂസ്റ്റർ, അതായത് ഈ ബ്ലാക്ക് കാണുന്ന സാധനമാണ്, ഇതാണ് ഒരു ബൂസ്റ്റർ അസംബ്ലി എന്ന് പറയുന്നത്. ഇതതിൻ്റെ വാക്യൂം ലൈനാണ് വരുന്നത്. അപ്പം ഈ ഒരു ബൂസ്റ്ററിനകത്തോട്ട്
ബ്രേക്ക് ഫ്ലൂയിഡ് ലീക്ക് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെ ബ്രേക്ക് ഫ്ലൂയിഡ് ലീക്ക് ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ബ്രേക്ക് ഫ്ലൂയിഡ് അതിനകത്ത് കിടക്കും. ആ കിടക്കുന്ന ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ കാരണം കൊണ്ട്, അല്ലെങ്കിൽ ആ ലീക്കായി പോകുന്ന ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ കാരണം കൊണ്ടാണ് നമുക്ക് ഇതിനകത്ത് ബ്രേക്ക് ഫ്ലൂയിഡ് കുറയുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ആ മാസ്റ്റർ സിലിണ്ടറും ആ ബൂസ്റ്റർ അസംബ്ലി ഈ രണ്ട് കാര്യങ്ങളും ഒന്നിച്ച് റീപ്ലേസ് ചെയ്യേണ്ടി വരും. അങ്ങനെ റീപ്ലേസ് ചെയ്താൽ മാത്രം ഈ ഒരു കംപ്ലയിൻറ്റ് സോൾവ് ആകത്തുള്ളൂ. ഇൻ കേസ് നമ്മുടെ വാഹനത്തിൻ്റെ ബ്രേക്കിൻ്റെ ഫ്ലൂയിഡ് ലീക്ക് ആണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ബ്രേക്ക് കിട്ടത്തില്ല. നിലവിൽ ഈ പറയുന്ന റിസർവ് ടാങ്കിനകത്ത് ബ്രേക്ക് ഫ്ലൂയിഡ് ഇല്ലെങ്കിൽ പോലും ലയൻസിലുള്ള ഫ്ലൂയിഡ് വെച്ചാണ് നമുക്ക് കിട്ടുന്നത്. ആ ഫ്ലൂയിഡും കൂടെ തീർന്നു പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു കാരണവശാലും നമുക്ക് ബ്രേക്ക് കിട്ടത്തില്ല. വാഹനം എവിടെയെങ്കിലും പോയി ഇടിക്കാനൊക്കെ ഉള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് ഇങ്ങനെ ഒരു ലീക്ക് കണ്ടാൽ ഉറപ്പായിട്ടും നിങ്ങളത് എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്യേണ്ടതാണ്.